ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലീമ നസ്രീൻ പങ്കെടുത്ത പരിപാടിക്കെത്തിയ ആളുടെ പക്കൽ തോക്ക് കണ്ടെത്തിയത് ആശങ്ക പരത്തി. ഉദയംപേരൂർ സ്വദേശിയുടെ കൈവശമാണ് തോക്കുണ്ടായിരുന്നത്. നിരീശ്വരവാദി കൂട്ടായ്മയുടെ സമ്മേളനമാണ് ഇതുകാരണം പ്രതിസന്ധിയിലായതും. ദുരൂഹത നീങ്ങിയതോടെ പരിപാടി മുൻ നിശ്ചയപ്രകാരം നടന്നു. ഒരാൾ തോക്കുമായി എത്തിയതെന്ന് സംഘാടകരിൽ ഒരാൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇതോടെ പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധിച്ചു. തോക്കിന് ലൈസൻസ് ഉണ്ടായിരുന്നു. ഉദയംപേരൂർ സ്വദേശി നേരത്തെ വധശ്രമത്തിന് ഇരയായിരുന്നു. പരിശോധന ചുമതലയുള്ളവരോട് ഇക്കാര്യം ഇയാൾ പറഞ്ഞിരുന്നു. അതേസമയം പരിശോധനകൾ പൂർത്തിയാക്കി ഇയാളെ വിട്ടയച്ചിട്ടുണ്ട്. ദുരൂഹതകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണിത്. വിവാദത്തെ തുടർന്ന് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി അല്പസമയം നിർത്തിവച്ചിരുന്നു. എസൻസ് ഗ്ലോബലിന്റെ വാർഷിക സമ്മേളനമായിരുന്നു ചടങ്ങ്. തസ്ലീമയ്ക്കാണ് ഇത്തവണത്തെ എസൻസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. പരിപാടിക്കെത്തിയ മുഴുവൻ ആളുകളെയും ഹാളിന് പുറത്തിറക്കി പരിശോധിച്ച ശേഷമാണ് പോലീസ് പിന്നീട് അകത്തേക്ക് വിട്ടത്. ഉച്ചകഴിഞ്ഞ് നടന്ന സെഷനിൽ തസ്ലീമ നസ്രീൻ പങ്കെടുത്തു.